ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മൊഴിയെടുത്തു. തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് വി കെ പ്രകാശ് കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വി കെ പ്രകാശ് പറഞ്ഞു. ലീഗലാണ് ചെയ്യുക. ലീഗലായിട്ട് പോട്ടെ. നമ്മളതിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ കേസ് നടക്കുന്നുണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ലീഗലാവട്ടെ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇപ്പം ലീഗലായിട്ട് നമുക്ക് പോവാന്ന് ലീഗലായിട്ട് പോകാന്നുള്ളതാണ് എന്റെ. കാരണം ലീഗലിനെ റെസ്പെക്ട് ചെയ്യാം. ഒന്നും നമുക്ക് പറയാൻ ഇപ്പം പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കേസാണ്, കോടതി നടക്കുന്നതാണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ കേട്ടോ. അരുൺ കൃത്യമായും അഭിഭാഷകൻ നിർദ്ദേശപ്രകാരമുള്ള പ്രതികരണം തന്നെയാണ് തോന്നുന്നു. പക്ഷേ ഗൂഢാലോചനയൊന്നും സംശയിക്കുന്നില്ല പ്രകാശ് അല്ലേ? തീർച്ചയായും 2022 ഉണ്ടായ പരാതിയാണ് അല്ലെങ്കിൽ സംഭവമാണ്. ആ സംഭവത്തിൽ ഇപ്പോഴാണ് പരാതിയായി പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തുന്നത്. ഇതിൽ മുൻകൂർ ജാമ്യം നിലവിൽ വി കെ പ്രകാശിനുണ്ട്. 2022 ഒരു തിരക്കഥ കേൾക്കാനെന്ന വ്യാജേന ഈ യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നു പിടിച്ചു എന്നതായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മുൻകൂർ ജാമ്യം, ഈ പരാതിയിൽ അന്വേഷണം വന്നപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം തേടി വി കെ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി. ഇതിനുശേഷം 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നായിരുന്നു വി കെ പ്രകാശിനോട് കോടതി നിർദ്ദേശിച്ചത്. അതിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പള്ളിത്തോട്ടം സിഐക്ക് മുമ്പാകെ എത്തി ഈ മൊഴി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലടക്കം നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമിക പരിശോധനയിൽ വി കെ പ്രകാശ് ഈ യുവതിക്ക് റൂം എടുത്ത് നൽകിയതായും അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകിയതായും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെയും മറ്റന്നാളും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. തുടർന്നായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുക. എന്തായാലും ഇതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറുക. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ ഇനി തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. ഓക്കെ.